ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഷിക്കറ, ഇതുപോലത്തെ കറകൾ, തുരുമ്പ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കളയാൻ വേണ്ടിയിട്ടുള്ള ടിപ്സാണ് കേട്ടോ. വളരെ എളുപ്പത്തിൽ, വളരെയധികം ഹാർഡല്ലാത്ത, പെട്ടെന്ന് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റാവുന്ന, ഒരുപാട് കഷ്ടപ്പെടാണ്ട് ചെയ്യാൻ പറ്റാവുന്ന സിമ്പിളായിട്ടുള്ള ഐഡിയാസ് 4 എണ്ണമാണ് നമ്മൾ പറയുന്നത്. 4 തരത്തിലുള്ള ഐഡിയാസാണ് നമ്മൾ കാണിക്കുന്നത്. അതിൽ ഫസ്റ്റത്തെ ഐഡിയ കേട്ടോ. അതിൽ നമ്മളുടെ ഇവിടെ പാൻ കൊണ്ട് ഇങ്ങനെ വരച്ച് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെ വരച്ച് വെച്ചിട്ടുണ്ട്. ഈ ഒരു കഷ്ണത്തിൽ നമ്മൾ വരച്ച് കാണിക്കാം. എന്താ ലൈവായിട്ട് തന്നെ വരയ്ക്കാം. ഇത് നമ്മൾ പാൻ കൊണ്ട് വരച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഉപയോഗിക്കുന്ന ഈ ഒരു പാന് മഷി വിരിക്കുന്ന സ്ഥലത്തിൽ ഈ ബാക്കിയുള്ള തുണികൾ, ഇപ്പം ഡ്രസ്സിലാവുമ്പോൾ അപ്പുറത്തെ ഭാഗമൊക്കെ ഉണ്ടാവുമല്ലോ, ആ ഭാഗത്തിലേക്ക് വരാത്ത രീതിയിൽ ആ ഭാഗത്തെ മാറ്റി വെച്ചിട്ട് വേണം ഇത് ചെയ്യാനായിട്ട് കേട്ടോ. അതിനായിട്ട് നമ്മൾ ഫസ്റ്റ് ടിപ്പായിട്ട് എടുക്കുന്നത് നമ്മൾ സ്പ്രേ ആണ് കേട്ടോ. ബോഡി സ്പ്രേ ആണ് നമ്മൾ എടുക്കുന്നത്. അതിപ്പോൾ ഏത് തന്നെയായാലും കുഴപ്പമില്ല കേട്ടോ. എക്സ്പയറി കഴിഞ്ഞതായാലും കുഴപ്പമില്ല, അല്ലെങ്കിലും കുഴപ്പമില്ല, നല്ലതാണെങ്കിലും കുഴപ്പമില്ല. എന്നത് നമ്മുടെ ലേശം ഉള്ളതിനകത്ത്, പക്ഷേ നമുക്ക് ഇത് മായ്ക്കാനായിട്ട് ഇത്രയും മതി കേട്ടോ. ഇത് മാത്രം, ഇത്രയും ദൂരം മായ്ക്കാനുള്ളത് മാത്രം. നിങ്ങളതിന് കൂടുതൽ ആയിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് കേട്ടോ. ഇത് ആയിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഇത് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി കൊടുത്താൽ മതി. കാണാൻ പറ്റണില്ലേ? കണ്ടില്ലേ? ഇപ്പോൾ ജസ്റ്റ് ഒരു തുള്ളി ആക്കുമ്പോൾ തന്നെ നമുക്കിത് ഇങ്ങനെ ഒന്ന് ആക്കുമ്പോൾ തന്നെ നമുക്കിത് മാറിപ്പോയിട്ടുണ്ട്. കണ്ടോ? ഫുള്ളായിട്ട് ക്ലീനായിട്ട് മാറി പോകണത് കേട്ടോ. നമുക്ക് ഒരു തുണ്ടാണ് ആക്കി കൊടുത്തിട്ടുള്ളൂ, ഫുള്ളായിട്ട് മാറിപ്പോയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്കിതിവിടെ സാധാരണ നോർമൽ വെള്ളത്തിൽ വെച്ചിട്ട് വെറുതെ ഒന്ന് കഴുകിയെടുത്താലും മതി, ആ ഭാഗം മാത്രം കേട്ടോ. അല്ലാണ്ട് തന്നെ നമുക്ക് പോയത് കണ്ടില്ലേ? ആ കഴുകിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, എന്നാലും ജസ്റ്റ് ഞങ്ങൾ കഴുകണമെന്ന് മാത്രമേ ഉള്ളൂ. എന്താ പച്ച വെള്ളത്തിൽ ജസ്റ്റ് ഒന്ന് കഴുകിയ ഭാഗം. അപ്പോൾ നമ്മളിവിടെ ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫുള്ളായിട്ട് തന്നെ നമ്മുടെ മാഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത ടിപ്പ് കാണിച്ചു തരാം. ഈ ഭാഗം നമ്മളിത് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഭാഗത്തുനിന്ന് നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു സൈഡിൽ കുറച്ചും കൂടി നീക്കിയിട്ട് ഇവിടെ നമ്മൾ പാൻ കൊണ്ട് വരയ്ക്കാണ് കേട്ടോ. നമ്മൾ പാൻ കൊണ്ട് വരച്ചിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ അടുത്ത മെത്തേഡ് വെച്ച്, രണ്ടാമത്തെ ടിപ്പ് വെച്ചിട്ടാണ് നമ്മൾ ഇത് ശരിയാക്കി എടുക്കുന്നത്. അതിനായിട്ട് നമ്മൾ എടുക്കുന്നത് ഇതുപോലത്തെ ഒരു ഡെറ്റോളാണ് എടുക്കുന്നത് കേട്ടോ. ഡെറ്റോൾ വെച്ചിട്ടാണ് നമ്മൾ ശരിയാക്കുന്നത്. ഇത്രയും ഡെറ്റോൾ എടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഇങ്ങനെ തന്നെ ആക്കി കൊടുക്കുമ്പോൾ തന്നെ പോയിക്കോളും. കണ്ട, ക്ലീൻ ആയിട്ട് പോയിട്ടുണ്ട്. കണ്ടില്ലേ? സിമ്പിളായിട്ട് പോയിട്ടുണ്ട് നമ്മുടേത്. കണ്ടോ? ഫുള്ളായിട്ട് മാഞ്ഞു പോയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് പച്ചവെള്ളത്തിലാക്കിയിട്ട് ഒന്ന് ആക്കിയെടുത്താൽ മതി കേട്ടോ. ഉണ്ടോ? അപ്പോൾ ഇത് രണ്ടാമത്തെ മെത്തേഡ്. ഈ ഭാഗം നമ്മളൊന്ന് കട്ട് ചെയ്ത് കളയുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് അടുത്ത മെത്തേഡിന് വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്നും കൂടി പാൻ കൊണ്ട് വരയ്ക്കുന്നുണ്ട്, ഇതാക്കിയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ കളയുന്നത് വേറെ മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ. ഇനി നമുക്ക് നെയിൽ പോളിഷാണ് വേണ്ടത്. നെയിൽ പോളിഷ് റിമൂവറാണ് വേണ്ടത്. അത് ഇങ്ങനത്തെ ഒരു ബോട്ടിലൊക്കെ വരുന്ന സാധാരണ ലോക്കൽ ബ്രാൻഡ് ആണെങ്കിലും നമുക്കത് മതി കേട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞിരിക്കുകയാണ്. ഇത് വെച്ചിട്ട് നമുക്ക് ഈ ഭാഗം നനയാനുള്ളത്, നിങ്ങളുടെ എത്രത്തോളം മഷിക്കറയ്ക്ക് ഉണ്ടോ, കറിയുണ്ടോ ആ ഭാഗത്ത്, അത് നനയാനുള്ള അത്രയും ആക്കിയാൽ മതി. അത് ഇതുപോലെ തന്നെ ആക്കിയാൽ മതി. എൻ്റെ കയ്യിൽ അതില്ലാത്തത് കൊണ്ടാണ്, കഴിഞ്ഞതുകൊണ്ടാണ് കേട്ടോ. നെയിൽ പോളിഷ് റിമൂവർ കഴിഞ്ഞതുകൊണ്ടാണ് അത് കാണിക്കാത്തത്. അപ്പോൾ അത് മൂന്നാമത്തെ ടിപ്പാണ് കേട്ടോ. ഇനി നാലാമത്തെ ടിപ്പ് കാണിച്ചു തരാം. ഇതുപോലെ കറിയുള്ള ഭാഗം നമ്മളിങ്ങനെ ആക്കി വെച്ചു. അതിന് ശേഷം നമ്മൾ ഇതെടുക്കുന്നത് ബേക്കിംഗ് സോഡയാണ് കേട്ടോ. ബേക്കിംഗ് സോഡയാണ്. അതിങ്ങനെ കുറച്ചിട്ട് കൊടുത്തു, ലേശം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ഇനി എടുത്തിരിക്കുന്നത് വിനാഗിരിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. വിനാഗിരിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതും ഒരു തുണ്ട് അത് നനയാൻ പറ്റാവുന്ന അത്രയും എടുക്കുന്നുണ്ട്. അതിൽ കൂടുതൽ വേണ്ട, ജസ്റ്റ് അത് നനയാനുള്ളത് മാത്രം മതി. അപ്പോൾ ഇതും ഇതുപോലെ തന്നെ
മാഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മൾ വിനാഗിരിയും ബേക്കിംഗ് സോഡയൊക്കെ വെച്ച് ചെയ്യുമ്പോൾ ഇത്തിരി സമയം പിടിച്ചു കേട്ടോ അതാക്കാനായിട്ട്. ബാക്കിയുള്ളതൊക്കെ പെട്ടെന്ന് തന്നെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ചെയ്യുമ്പോൾ ആകെ എന്തായാലും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റാവുന്ന ചെയ്യുമ്പോൾ മറ്റേലേക്ക് കറ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ലെയർ മാറ്റിയിട്ട ശേഷം നീക്കി വെച്ചിട്ട് വേണം ചെയ്യാനായിട്ടോ. ബാക്കിയുള്ള ഭാഗത്തേക്ക് ടച്ച് ചെയ്യാത്ത രീതിയിൽ ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ടിപ്സൊക്കെ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്ന വീഡിയോ ഇഷ്ടമായി ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ, സീ യു.